ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തന്ത്രിയെ കസ്റ്റഡിയിൽ വിട്ടു. കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയതിന് പിന്നാലെ ഒരു ദിവസത്തെ കസ്റ്റഡിയിലാണ് വിട്ടത്. മുരാരി ബാബുവിന്റെ ജാമ്യ ഹർജിയും കോടതി പരിഗണിക്കുകയാണ്. ജാമ്യം കിട്ടിയാൽ മുരാരി ബാബു ജയിൽ മോചിതനാകും. വിവരങ്ങളുമായി എം മനോജ് ചേരുന്നത്. മനോജ്, ആദ്യം തന്നെ അറിയേണ്ടത് മുരാരി ബാബു ഇന്ന് പുറം ലോകം കാണുമോ? ഒപ്പം ഈ തന്ത്രിയെ ഒരു ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇനി ഈ ഒരു ദിവസം കൊണ്ട് എന്താണ് അന്വേഷണ സംഘത്തിന് ചോദിച്ചറിയേണ്ടത്? അശ്വതി, മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷകൾ കോടതി പരിഗണിക്കുകയാണ്. ഇന്ന് പരിഗണിച്ച ആ വാദം പൂർത്തിയായി കഴിഞ്ഞാൽ മറ്റൊരു ദിവസത്തേക്ക് വിധി പറയുവാനായി മാറ്റും. എന്തായാലും നിലവിൽ അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞു എന്നത് ചൂണ്ടിക്കാട്ടി തന്നെയാണ് 2 കേസുകളിലും മുരാരി ബാബു ജാമ്യ ഹർജി നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ സാധ്യത എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ദ്വാരപാലക ശില്പ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം കിട്ടിയിരുന്നു. ഉപാധികളോടെ തന്നെ വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മുരാരി ബാബുവിനും ഇത്തരത്തിൽ 90 ദിവസം പൂർത്തിയായതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കുവാനുള്ള സാധ്യത ഏറെയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് SIT ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാത്തത് തന്നെയാണ്. അതായത് SITക്ക് വേണമെങ്കിൽ ഇതിനു മുമ്പ് തന്നെ പ്രതികൾക്ക് ജാമ്യം ലഭിക്കാതിരിക്കുവാൻ വേണ്ടി കുറ്റപത്രം സമർപ്പിക്കാമായിരുന്നു. കൃത്യമായിട്ടുള്ള അന്വേഷണം മുന്നോട്ട് പോയിരുന്നെങ്കിൽ നേരത്തെ തന്നെ കുറ്റപത്രം സമർപ്പിക്കാമായിരുന്നു. പക്ഷേ കാലാവധി ഇത്രയുമായിട്ടും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് SITക്ക് മുന്നിൽ. അതുകൊണ്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ചപ്പോഴും അത് SITക്ക് തിരിച്ചടിയായി മാറിയത്. ഇനി ഒരുപക്ഷേ മുരാരി ബാബുവിന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ 2 കേസുകളിലുമായിരിക്കും ലഭിക്കുക. അങ്ങനെയെങ്കിൽ മുരാരി ബാബുവിന് ജയിൽ മോചിതനാകാമെന്നുള്ളതാണ്. ഈ കേസിൽ, അതായത് ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ആദ്യമായി ജാമ്യം കിട്ടിയത് കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണെങ്കിൽ ആദ്യമായി ജയിൽ മോചിതനാകാൻ പോകുന്നത് മുരാരി ബാബുവായി മാറും. എന്തായാലും അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ പ്രധാന പ്രതികൾക്ക് തന്നെ പുറത്തേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം കൂടെ ഉണ്ടാവുകയാണ്. അത് SITയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു വീഴ്ചയായി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ തന്ത്രിയെ ഇന്ന് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി ഒരു ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം തന്ത്രിയുമായി കോടതിക്ക് പുറത്തേക്ക് പോയിരിക്കുന്നു. എന്തായാലും വൈകിട്ടോടുകൂടി തന്നെ തിരിച്ച് കോടതിയിൽ ഹാജരാക്കണം. അതിനു മുൻപായി തന്ത്രിയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യം. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വത്ത് സമ്പാദനമൊക്കെ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഈ തന്ത്രിയുടെ കാര്യങ്ങൾ, അതായത് തന്ത്രിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുമായുള്ള ബന്ധം, അതോടൊപ്പം തന്നെ തന്ത്രിക്ക് മറ്റു ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടോ അല്ലെങ്കിൽ മന്ത്രി അടക്കമുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ SITക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കസ്റ്റഡി വാങ്ങിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഉയരുന്ന ആരോപണം തന്ത്രിയെ അറസ്റ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടും ഒക്കെ മറ്റു പ്രതികളെ സംരക്ഷിക്കുവാനുള്ള ഒരു നിലപാട് ആണോ ഈ അന്വേഷണ സംഘം എന്നുള്ളതാണ്. അതായത് മന്ത്രിയെ ഉൾപ്പെടെ ചോദ്യം ചെയ്തിട്ട് പോലും മറ്റ് നടപടികളിലേക്ക് കടക്കാൻ SITക്ക് എന്തുകൊണ്ടാകുന്നില്ല? മൊഴിയടക്കമുണ്ടായിട്ടും എന്തുകൊണ്ട് കടകംപള്ളിയിലടക്കം ഈ ഒരു അന്വേഷണം എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അത്തരത്തിലാണെങ്കിൽ ഈ മുഖ്യപ്രതിക്കുൾപ്പെടെ ജാമ്യം കിട്ടുന്ന ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുന്നു എന്നുള്ളതും വലിയ തരത്തിലുള്ള ഒരു ആശങ്കയാണ്. എന്തായാലും ഹൈക്കോടതി അടക്കം നേരത്തെ ജാമ്യം നിഷേധിച്ചിരുന്നെങ്കിൽ ഇന്ന് വിജിലൻസ് കോടതിയിലേക്ക് ഈ ജാമ്യ ഹർജി എത്തുന്നത് ഈ സ്വാഭാവിക ജാമ്യം അനുവദിക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ്. അതായത് ഒരു പ്രതി അറസ്റ്റിലായി കഴിഞ്ഞാൽ 90 ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ആ പ്രതിക്ക് ജാമ്യം നൽകുവേണ്ടത് കോടതിയുടെ ഒരു ഉത്തരവാദിത്വം എന്നുള്ളത് തന്നെ നമുക്ക് പറയാം. അതായത് ഒരു പ്രതി 90 ദിവസം ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കേണ്ടതായി വരും.